നമസ്കാരം. കേരള ചരിത്രം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാപ്പിള കലാപങ്ങളെ കുറിച്ചും ഭൂപരിഷ്കരണ നിയമങ്ങളെ കുറിച്ചും പഠിച്ചു. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന 1921 മലബാർ കലാപത്തെ കുറിച്ചാണ്. അപ്പൊ മാപ്പിള കലാപങ്ങൾ വേറെ, മലബാർ കലാപം വേറെ എന്ന സംഭവം നമ്മൾ മനസ്സിലാക്കിയ ശേഷമേ ഈ ക്ലാസ് കാണാൻ ശ്രമിക്കാവൂ കേട്ടോ. തിരിച്ചു വരാം. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18 ആയിരുന്നു. നമുക്കറിയാം കാരണം എന്താണ്? ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും പ്രചരിപ്പിക്കുക. ഈ സമയം ഗാന്ധിജിയുടെ കൂടെ വന്നത് മൗലാന ഷൗക്കത്ത് അലിയാണ്. ആരാണ്? മൗലാന ഷൗക്കത്ത് അലി. അങ്ങനെ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നു, ഖിലാഫത്ത് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നു, കൂടെ മൗലാന ഷൗക്കത്ത് അലിയും ഉണ്ട്. അതിന്റെ എല്ലാം ഫലമായിട്ട് മലബാറിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ മലബാർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷൻ കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവിയും ആദ്യത്തെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമാണ്. പറഞ്ഞ വാക്കെന്താണ്? മലബാർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷൻ കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവിയും ആദ്യത്തെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമാണ്. അത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. അവിടെ ഇരിക്കട്ടെ. ഒരു വലിയ പ്രദേശമല്ലേ മലബാർ എന്ന് പറയുന്നത്. മലബാറിന്റെ ഉള്ളിലുള്ള മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശമാണ് പൂക്കോട്ടൂർ. അപ്പൊ ഒരു പ്രാദേശികമായ ഒരു ചെറിയ പ്രദേശമാണ് പൂക്കോട്ടൂർ. ഒരു വലിയ പ്രദേശമാണ് മലബാർ. ആ മലബാറിന്റെ അകത്തുള്ള ചെറിയ പ്രദേശമാണ് മലപ്പുറം. ആ മലപ്പുറത്തിന്റെയും അകത്തുള്ള പ്രദേശമാണ് ഇത് പൂക്കോട്ടൂർ. അപ്പോൾ അവിടെ പൂക്കോട്ടൂർ എന്ന ഖിലാഫത്തും അവിടെ കാണത്തില്ലേ? മലബാറിൽ ഖിലാഫത്തുണ്ട്. ഇനി പ്രാദേശികമായി ഓരോ സ്ഥലത്തും ലോക്കലായിട്ട് ഓരോ ഖിലാഫത്ത് കമ്മിറ്റികളും ഉണ്ട്. അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ഒരു ഖിലാഫത്ത് കമ്മിറ്റിയാണ് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി. ആ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. പരസ്പരം മാറിപ്പോവല്ലേ പഠിക്കുമ്പോൾ. മലബാർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആരാ സെക്രട്ടറി? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. പൂക്കോട്ടൂർ ഖിലാഫത്തിന്റെ ആരാ സെക്രട്ടറി? വടക്കേ വീട്ടിൽ മുഹമ്മദ്. അങ്ങനെ വടക്കേ വീട്ടിൽ മുഹമ്മദ് പൂക്കോട്ടൂർ ഖിലാഫത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ആ ഒരു സമയം മലബാറിലെ ഭൂരിഭാഗം വസ്തുക്കളും നിലമ്പൂർ രാജാവിന്റെയാണ്. മലബാറിലെ ഭൂരിഭാഗം വസ്തുക്കളും ആരുടെയാ? നിലമ്പൂർ രാജാവിന്റെ. അപ്പൊ അത്രയ്ക്ക് വലിയൊരു ജന്മിയാണ് ആര്? നിലമ്പൂർ രാജാവ്. ആ നിലമ്പൂർ രാജാവിന്റെ കോവിലകത്തുനിന്ന് ഒരു തോക്ക് മോഷ്ടിക്കപ്പെട്ടു. ആ തോക്ക് ഈ പൂക്കോട്ടൂർ ഖിലാഫത്തിന്റെ സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദ് മോഷ്ടിച്ചു എന്നൊരു കേസ് വരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് പോലീസ് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പൂക്കോട്ടൂരിലേക്ക് എത്തി. ആ പൂക്കോട്ടൂർ ഖിലാഫത്തുകാര് അറസ്റ്റ് ചെയ്യാൻ വന്ന ബ്രിട്ടീഷ് പോലീസുമായിട്ട് സംഘർഷത്തിലായി. അങ്ങനെ ആ പൂക്കോട്ടൂരിൽ മാത്രം ഒരു ചെറിയ സംഘർഷം. ആരൊക്കെയാ? പൂക്കോട്ടൂർ ഖിലാഫത്തുകാരും ബ്രിട്ടീഷുകാരും കൂടെ. ഈ സംഘർഷം അറിയപ്പെടുന്ന പേര് പൂക്കോട്ടൂർ യുദ്ധം അഥവാ പൂക്കോട്ടൂർ കലാപം എന്നാണ്. പതിയെ ഈ പൂക്കോട്ടൂരിൽ മാത്രം ഉണ്ടായിരുന്ന ഈ സംഘർഷം മലബാർ മുഴുവനായിട്ട് അങ്ങ് വ്യാപിച്ചു. അങ്ങനെ ഈ കലാപം അറിയപ്പെട്ട പേര് മലബാർ കലാപം അഥവാ മലബാർ ലഹള. നടന്ന വർഷം 1921. അങ്ങനെ മലബാർ മുഴുവനായിട്ട് ഈ കലാപം വ്യാപിച്ചപ്പോൾ ഈ കലാപം പ്രധാനമായിട്ട് മൂന്ന് പേര് നേതൃത്വം നൽകി. ഒരാളുടെ പേര് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. പേരെന്താണ്? വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അടുത്ത ആളുടെ പേര് സീതി കോയ തങ്ങൾ. അടുത്ത ആളുടെ പേര് അലി മുസലിയാർ. പേരെന്തുവാണ്? അലി മുസലിയാർ. നോക്കി വെച്ചേക്കണേ. അപ്പോൾ കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസലിയാർ, ഈ മൂന്ന് പേരാണ് മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ഇപ്പൊ മലബാർ മുഴുവനായിട്ട് സംഘർഷമുണ്ട്. മലബാർ ഖിലാഫത്തുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ. ഈ കലാപം ഇപ്പൊ അറിയപ്പെടുന്ന പേര് മലബാർ കലാപം 1921. ഈ ഒരു സമയത്ത് ഈ മലബാർ കലാപത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി ബ്രിട്ടീഷ് പോലീസ് തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് പോലീസ് ഒരു പുതിയ പോലീസ് സേന തന്നെ രൂപീകരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ മലബാർ കലാപത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി. ആ പോലീസ് സേനയുടെ പേര് മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP.
നമുക്ക് MSP എന്നുള്ള പേര് പരിചയമില്ലേ? മലബാർ സ്പെഷ്യൽ പോലീസ്. രൂപീകരിക്കപ്പെട്ട വർഷം 921. ഇത് രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് അല്ലെങ്കിൽ സൂപ്രണ്ട്, പ്രധാനപ്പെട്ട മേധാവി എന്ത് ചോദിച്ചാലും MSPയുടെ ആ സമയം തലവൻ ഹിച്ച്കോക്ക് എന്ന് പറയുന്നയാളാണ്. ആരാണ്? ഹിച്ച്കോക്ക്. ഹിച്ച്കോക്കിന്റെ മുഴുവൻ പേര് നിങ്ങൾക്കറിയാമോ? റിച്ചാർഡ് ഹോവാർഡ് ഹിച്ച്കോക്ക്. റിച്ചാർഡ് ഹോവാർഡ് ഹിച്ച്കോക്ക്. അങ്ങനെ ഹിച്ച്കോക്ക് MSP രൂപീകരിക്കുന്നു. അങ്ങനെ MSP വന്നിട്ട് ഈ 921 മലബാർ ലഹളക്കാരെ മുഴുവനായിട്ട് അടിച്ചമർത്തുന്നു. മലബാർ ലഹളക്കാരെ അടിച്ചമർത്തിയ പോലീസ് സേനയാണ് ഏത്? MSP. മാറിപ്പോവല്ലേ? 1836 മലബാറിൽ ആരംഭിച്ച മാപ്പിള കലാപകാരികളെ അടിച്ചമർത്തിയ പോലീസ് സേന മലപ്പുറം സ്പെഷ്യൽ പോലീസും 921 മലബാർ ലഹളക്കാരെ അടിച്ചമർത്തിയ പോലീസ് സേന മലബാർ സ്പെഷ്യൽ പോലീസുമാണ്. ഇത് മലപ്പുറം സ്പെഷ്യൽ പോലീസ്, മലബാർ ലഹള, മലബാർ സ്പെഷ്യൽ പോലീസ്. MSP രൂപീകരിക്കപ്പെട്ട വർഷം 921. ക്ലിയർ അല്ലേ? തിരിച്ചു വരാം. ഈ മലബാർ ലഹള സമയത്ത് വധിക്കപ്പെട്ട MSPയുടെ തലവനാണ് ഹിച്ച്കോക്ക്. മനസ്സിലായോ പറഞ്ഞേ? അങ്ങനെ സമരം ശക്തമായപ്പോൾ, സംഘർഷം ശക്തമാക്കിയപ്പോൾ ഒരു സമയത്ത് ആരും കാണാതെ ഒരു കൂട്ടം കലാപകാരികൾ ടെന്റ് ആക്രമിച്ച് ആരെ വധിച്ചു? ഈ ഹിച്ച്കോക്കിനെ വധിച്ചു. ഓർത്തു വെച്ചേക്കണേ. അപ്പോൾ മലബാർ ലഹള സമയത്ത് വധിക്കപ്പെട്ട MSPയുടെ തലവൻ ഹിച്ച്കോക്ക്. മാപ്പിള കലാപ സമയത്ത് വധിക്കപ്പെട്ട മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് ഓർ ജഡ്ജ് ഓർ കളക്ടർ HV കനോലി. തിരിച്ചു വരട്ടെ. അങ്ങനെ MSP തലവനായ ഹിച്ച്കോക്ക് മരണപ്പെട്ടു. കൂടുതൽ പോലീസുകാരെത്തി ഈ മലബാർ ലഹളക്കാരെ മൊത്തം അടിച്ചമർത്തിയിട്ട് ആ കലാപകാരികളെ ഒരു തീവണ്ടിയിൽ വലിച്ചു കയറ്റി. ആ ട്രെയിനിന്റെ യാത്ര തുടങ്ങിയത് തിരൂർ മുതലാണ്. എവിടെ മുതലാണ്? തിരൂർ മുതൽ. ആ തീവണ്ടി നേരെ പോയ സ്ഥലം കോയമ്പത്തൂർ. അപ്പൊ തിരൂർ മുതൽ കോയമ്പത്തൂർ വരെയാണ് ആ തീവണ്ടി പോയത്. കോയമ്പത്തൂർ ബോർഡർ ആണ് പോത്തന്നൂർ എന്ന് പറയും. സ്ഥലപ്പേരെന്തുവാണ്? പോത്തന്നൂർ. പോത്തന്നൂരിൽ വെച്ച് ആ ട്രെയിനിന്റെ, ആ തീവണ്ടിയുടെ വാഗൺ ഓർ ബോഗി തുറന്നപ്പോൾ ആ കലാപകാരികൾ മുഴുവൻ പേരും ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നു. ഈ ഒരു സംഭവം അറിയപ്പെടുന്ന പേര് വാഗൺ ട്രാജഡി എന്നാണ്. എന്താണ്? വാഗൺ ട്രാജഡി. PSC പലപ്പോഴും ആൻസർ നൽകുന്നത് എന്നാണ് വാഗൺ ട്രാജഡി? 921 നവംബർ 10 ആണ്. എന്നാണ് വാഗൺ ട്രാജഡി? 921 നവംബർ 10 എന്നാണ് PSC പലപ്പോഴായിട്ട് ആൻസർ നൽകുന്നത്. പക്ഷേ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ അതല്ല, സ്കൂൾ ടെക്സ്റ്റ് SCERT പ്രകാരം നവംബർ 19 ആ തീവണ്ടിയുടെ യാത്ര ആരംഭിച്ചത്. നവംബർ 20 അവർ മരണപ്പെട്ട സംഭവം ആളുകളൊക്കെ അറിയുന്നത്. അപ്പൊ എന്തായാലും നവംബർ 19 നവംബർ 20 മനസ്സിൽ വെച്ചേക്കണം. പലപ്പോഴായിട്ട് PSC കൊടുത്ത ആൻസർക്കാണ് ഏത്? നവംബർ 10 എന്ന് പറയുന്നത്. അപ്പൊ വാഗൺ ട്രാജഡി കാരണമായി ട്രെയിൻ എവിടെ നിന്ന് ആരംഭിച്ചു? തിരൂർ. എവിടേക്ക് പോയി? കോയമ്പത്തൂരിലേക്ക്. അപ്പോൾ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എവിടെയാണ്? വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എവിടെയാണ്? തിരൂർ, മലപ്പുറം ജില്ല. അപ്പൊ എക്സ്ട്രാ ഇപ്പൊ തന്നെ പഠിച്ചങ്ങ് പോണം. മലബാർ കലാപത്തിന്റെ കേന്ദ്രം അപ്പോൾ എവിടെയാണ്? പരസ്പരം മാറിപ്പോലെ. മലബാർ കലാപത്തിന്റെ കേന്ദ്രം എന്നാണെങ്കിൽ തിരൂരങ്ങാടി, വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എന്നാണെങ്കിൽ തിരൂർ. മാറിപ്പോത്തില്ലല്ലോ. ആ വാഗൺ ട്രാജഡി ഉണ്ടായ വാഗണിന്റെ ബോഗിയുടെ നമ്പറാണ് MSM LV 1711. നോക്കി വെക്കണം. MSM LV 1711 എന്നുള്ളതാണ് ആ വാഗണിന്റെ നമ്പർ. ഈ ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചു. ഒരുപാട് പേര് ശ്വാസം മുട്ടി മരിച്ചു. ഈ ഒരു സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി വന്നൊരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ പേര് നേപ്പ് കമ്മീഷൻ എന്നാണ്. ഓർത്തു വെച്ചേക്കണേ. അപ്പോൾ വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷന്റെ പേരെന്താണ്? നേപ്പ് കമ്മീഷൻ. ഈ വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം, വാക്കെന്തുവാണ്? ഈ വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിളിച്ച വ്യക്തിയാണ് സുമിത് സർക്കാർ. ഓർത്തു വെച്ചേക്കണേ. ഈ വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിളിച്ച വ്യക്തി ആരാണ്? സുമിത് സർക്കാരാണ്. ക്ലിയർ ആണോ? തിരിച്ചു വരാം. ഇനി ഈ മലബാർ ലഹളയ്ക്ക് ശേഷം 921 മലബാർ ലഹളയ്ക്ക് ശേഷം സവർണ ഹിന്ദുക്കൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുവാൻ വേണ്ടി 1923 പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി. നമുക്ക് വ്യക്തമായി തന്നെ അറിയാം, മലബാർ ലഹളയ്ക്ക് ശേഷം സവർണ ഹിന്ദുക്കൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുവാൻ വേണ്ടി 923 പുറത്തിറക്കിയ പത്രമാണ് മാതൃഭൂമി. മലബാർ ലഹളയ്ക്ക് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുവാൻ വേണ്ടി 1924 പുറത്തിറക്കിയ പത്രമാണ് അൽ-അമീൻ. മാതൃഭൂമി എന്നായാലും അൽ-അമീൻ എന്നായാലും രണ്ട് പത്രവും പുറത്തിറക്കിയ സ്ഥലം കോഴിക്കോട്.
നമ്മൾ പണ്ട് പഠിച്ച ഭാഗം ഓർമ്മ കാണും. നിങ്ങൾ പണ്ട് പഠിച്ച ഭാഗം ഓർമ്മ കാണും. 23 പേപ്പറിന്റെ പേര് മാതൃഭൂമി. സ്ഥാപകൻ KP കേശവ മേനോൻ. KP കേശവ മേനോൻ. അപ്പൊ മലബാർ ലഹള സമയത്തെ KPCCയുടെ സെക്രട്ടറി ആരാണ്? KP കേശവ മേനോൻ. മാറിപ്പോലെ മലബാർ ലഹള സമയത്തെ KPCCയുടെ സെക്രട്ടറി ആരാണ്? KP കേശവ മേനോൻ. എന്നാൽ KPCCയുടെ ഫസ്റ്റ് സെക്രട്ടറി ആരാണ്? K മാധവൻ നായർ. വ്യക്തമാണോ? 1921 KPCC രൂപീകരിക്കുന്നു. ജനുവരി 30 രൂപീകരിച്ചു എന്നാണ്. ജാനുവരി മാസം 30 രൂപീകരിക്കുമ്പോൾ സെക്രട്ടറി K മാധവൻ നായർ തന്നെയാണ്. എന്നാൽ ആ വർഷം തന്നെയാണ് മലബാർ ലഹള ഉണ്ടായത്. ആ വർഷം അവസാന സമയമൊക്കെ ആയപ്പോഴത്തേക്കും, മലബാർ ലഹള ഉണ്ടായ സമയമൊക്കെ ആയപ്പോഴത്തേക്കും സെക്രട്ടറി ആരായിരുന്നു? KP കേശവ മേനോനാണ്. തിരിച്ചു വരട്ടെ. ഇനി ഈ മലബാർ ലഹള സമയത്ത് ബ്രിട്ടീഷ് പോലീസിനെ സധൈര്യം ഒരു സ്ത്രീ നേരിട്ടു. നല്ല ചോദ്യമാണ്. മലബാർ ലഹള സമയത്ത് ബ്രിട്ടീഷ് പോലീസിനെ സധൈര്യം നേരിട്ട വനിതയുടെ പേരെന്താണ്? ആ വനിതയുടെ പേരാണ് കമ്മത്തു ചിന്നമ്മ. ഓർത്തു വെച്ചേക്കണേ. മലബാർ ലഹള സമയത്ത് ബ്രിട്ടീഷ് പോലീസിനെ സധൈര്യം നേരിട്ട ആരാണ്? വനിത കമ്മത്തു ചിന്നമ്മയാണ്. ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. മലബാർ ലഹളയെ ആരൊക്കെ നയിച്ചു? കുഞ്ഞഹമ്മദ് ഹാജി, CD കോയത്തങ്ങൾ, അലി മുസ്ലിയാർ. ശരിക്കും മലബാർ ലഹള 2 ഘട്ടമായിട്ടാണ് ഉണ്ടായത്. ആദ്യ ഘട്ടത്തിൽ ഈ ഖിലാഫത്തുകാർ വിജയിക്കുകയുണ്ടായി. ഈ സമയത്ത് അവർ പറഞ്ഞ കാര്യം, മലബാറിന് സ്വാതന്ത്ര്യം കിട്ടി. മലബാറിന് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം. ഇനി ഈ മലബാർ എന്ന പ്രദേശം ആര് ഭരിക്കണ്ട? ബ്രിട്ടീഷുകാർ ഭരിക്കണ്ട, ഞങ്ങൾ തന്നെ ഭരിച്ചോളാം, ഞങ്ങളിൽ ഒരുവൻ ഭരിച്ചോളാം. ആ ഒരുവന്റെ പേര് അലി മുസ്ലിയാർ. അഹിംസ എന്ന സമരമാർഗം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അലി മുസ്ലിയാർ. അപ്പൊ മലബാർ ലഹളയ്ക്ക് ശേഷം, അല്ലെങ്കിൽ മലബാർ ലഹളയുടെ താൽക്കാലികമായ വിജയത്തിന് ശേഷം മലബാറിന്റെ അധികാരിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? അലി മുസ്ലിയാർ. മറക്കല്ലേ. മലബാർ ലഹളയുടെ താൽക്കാലികമായ വിജയത്തിന് ശേഷം മലബാറിന്റെ അധികാരിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? അത് അലി മുസ്ലിയാർ ആണ്. തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മലബാർ ലഹള സമയത്തെ മലബാറിലെ ഭൂരിഭാഗം വസ്തുക്കളുടെയും ഉടമയാരാണ്? നിലമ്പൂർ രാജയാണ്. ആരാണ്? നിലമ്പൂർ രാജ. അങ്ങനെ മലബാർ ലഹള അവസാനിക്കുന്നു. പിന്നീട് ഈ MSPയുടെ സ്ഥാപകന്റെ പേര് പറഞ്ഞ് ഓർമ്മയുണ്ടോ? ഹിച്ച്കോക്ക്, റിച്ചാർഡ് ഹൊവാർഡ് ഹിച്ച്കോക്ക്, അല്ലെ? അങ്ങനെ ഹിച്ച്കോക്കിന്റെ പ്രതിമ മലബാറിൽ സ്ഥാപിക്കുകയുണ്ടായി. ഈ റിച്ചാർഡ് ഹൊവാർഡ് ഹിച്ച്കോക്കിന്റെ പ്രതിമ പൊളിച്ചു മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങൾ പിന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളിൽ ഒരു പ്രധാന വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് കമ്പളത്ത് ഗോവിന്ദൻ നായർ. പേരെന്ന് നോക്കി വെച്ചോണം. CRP ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ഓർത്തു വെച്ചേക്കണം. മലബാർ ലഹള സമയത്ത് വധിക്കപ്പെട്ട ഹിച്ച്കോക്കിന്റെ പ്രതിമ പൊളിച്ചു മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച വ്യക്തിയാണ് ആര്? കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഇദ്ദേഹം അധ്യാപകൻ കൂടിയായിരുന്നു. കേരളത്തിലൊക്കെ വളരെ ശക്തമായ അധ്യാപക സംഘടനകൾ സ്ഥാപിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കമ്പളത്ത് ഗോവിന്ദൻ നായർ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കപ്പെട്ട മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അങ്ങനെ ആ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെയും കമ്പളത്ത് ഗോവിന്ദൻ നായരുടെയും ഒരു സൗഹൃദമാണ് പിന്നീട് കേരളത്തിലെ ഒരുപാട് അധ്യാപക സംഘടനകളൊക്കെ രൂപീകരിക്കാൻ കാരണമായത് എന്നുകൂടി ഒന്ന് ഈ ഭാഗത്ത് ഓർത്തു വെച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് തിരിച്ചു വരാം. ഇനി മലബാർ ലഹള പശ്ചാത്തലമാക്കി ഏതാണ്ട് ആ സമയത്ത് തന്നെ ഹിച്ച്കോക്ക് ഒരു പുസ്തകം എഴുതിയായിരുന്നു. ഒരു പുസ്തകം എഴുതി. ആ ബുക്കിന്റെ പേരാണ് ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്യൻ ഇൻ 1921. ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്യൻ ഇൻ 1921 പുസ്തകം എഴുതിയാണ്ട പേര് ഹിച്ച്കോക്ക് ഓർ റിച്ചാർഡ് ഹൊവാർഡ് ഹിച്ച്കോക്ക്. അത്രയ്ക്ക് പ്രാധാന്യം ഈ പോയിന്റിലില്ല, എന്നാൽ ഒന്ന് കേട്ടിരിക്കാൻ ശ്രമിക്കുക. നമുക്കിനി ബാക്കി ഭാഗത്തേക്ക് വരാം. മലബാർ ലഹള പശ്ചാത്തലമാക്കി ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്, ഒഴിവാക്കരുത്, പഠിച്ചോണം, ചോദിക്കും. ഒന്നാമത്തെ ബുക്കിന്റെ പേര് ദുരവസ്ഥ. നമ്മൾ കുമാരനാശാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. മലബാർ കലാപം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ, അതുമല്ലെങ്കിൽ മിശ്ര വിവാഹം പശ്ചാത്തലമാക്കി കുമാരനാശാന്റെ കൃതിയുടെ പേര് ദുരവസ്ഥ. സാവിത്രി അന്തർജനത്തെയും പാണനായ ചാത്തന്റെയും ജീവിതം പശ്ചാത്തലമാക്കിയ പുസ്തകം ദുരവസ്ഥ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെ താൻ എന്ന് കാണപ്പെട്ട വരികൾ കുമാരനാശാന്റെ ദുരവസ്ഥയിലെ വരികളാണ്. കൂടാതെ നെല്ലിൻ ചോട്ടിൽ മുളയ്ക്കും പുല്ലല്ല സാധു പുലയൻ കുമാരനാശാന്റെ ദുരവസ്ഥയിലെ വരികളാണ്. അതും കൂടാതെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ എന്നീ വരികളെല്ലാം കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. അപ്പൊ മലബാർ ലഹള പശ്ചാത്തലമാക്കിയ കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ എന്ന് ഓർത്തുവെക്കണം.
ഇനി മലബാർ ലഹളയെ ആസ്പദമാക്കിയ മറ്റൊരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേര് മലബാർ കലാപം. മലബാർ കലാപം. മലബാർ കലാപം ആരുടെ പുസ്തകമാണ് പറയാമോ? ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് KPCC, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് KPCC. ആരാ ഉത്തരം? കെ മാധവൻ നായർ. അപ്പോൾ മലബാർ കലാപം ആസ്പദമാക്കി മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്? കെ മാധവൻ നായരാണ്. അതുപോലെ മലബാർ കലാപം ആസ്പദമാക്കിയ മറ്റൊരു പുസ്തകമുണ്ട്. ആ ബുക്കിന്റെ പേരാണ് സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബിന്റെ പുസ്തകമാണ് സുന്ദരികളും സുന്ദരന്മാരും. മറന്നുപോകല്. മലബാർ കലാപം ആസ്പദമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം ആരെഴുതി? ഉറൂബ് എഴുതി. ഈ തവണത്തെ പരീക്ഷയുടെ ചോദ്യമായിരുന്നു മലബാർ കലാപം പശ്ചാത്തലമാക്കി ഖിലാഫത്ത് സ്മരണകൾ. വാക്കെന്താണ്? ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയ വ്യക്തിയുടെ പേരാണ് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഓർത്തോണം, പരീക്ഷയ്ക്ക് കയറി ചോദിക്കും, മറന്നു പോവരുത്. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത്. അതുപോലെ തന്നെ പരീക്ഷകൾക്ക് കണ്ടൊരു ചോദ്യമാണ്, ഈ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലം എവിടെയാണ്? മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലം എവിടെയാണ്? അത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിയാണ്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി. ഈ ചെറുപ്പളശ്ശേരിക്ക് ഒരു പ്രത്യേകതയുണ്ട്, പറയാമോ? 1792 മലബാർ എന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ കീഴിലാകുന്നു. അങ്ങനെ 1793 ബ്രിട്ടീഷുകാർ മലബാറിന് 2 ഭരണ തലസ്ഥാനങ്ങൾ കൊണ്ടുവരുന്നു. തെക്കു ഭാഗത്തായിട്ട് ചെറുപ്പളശ്ശേരിയും വടക്ക് ഭാഗത്തായിട്ട് തലശ്ശേരിയും. അല്ലെ? അപ്പൊ ഓർത്തു വെച്ചേക്കണം, ചെറുപ്പളശ്ശേരിയാണ് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലം. ആ വ്യക്തിയുടെ ബുക്കിന്റെ പേരാണ് ഖിലാഫത്ത് സ്മരണകൾ. 1793 മലബാറിന് 2 ഭരണ തലസ്ഥാനങ്ങൾ കൊണ്ടുവന്നു. തെക്ക് ചെറുപ്പളശ്ശേരിയും വടക്ക് തലശ്ശേരിയും. ശരിയല്ലേ? തിരിച്ചു വരാമേ. അങ്ങനെയാണെങ്കിൽ മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എളുപ്പം ഒന്ന് പറഞ്ഞു പോകാം, ശ്രദ്ധിക്കണം. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മലബാർ ലഹള ഉണ്ടാകുന്നു. ആ മലബാർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, പ്രസിഡന്റ് കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവി, പൂക്കോട്ടൂർ ഖിലാഫത്തിന്റെ സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഇദ്ദേഹം നിലമ്പൂർ രാജാവിന്റെ കോവിലകത്തെ തോക്കു മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നു. അതിന്റെ ഫലമായിട്ട് പൂക്കോട്ടൂരിൽ മാത്രം സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷം അറിയപ്പെടുന്ന പേര് പൂക്കോട്ടൂർ യുദ്ധം അഥവാ പൂക്കോട്ടൂർ കലാപം. അപ്പോൾ 1921 മലബാർ ലഹളയുടെ പെട്ടെന്നുള്ള കാരണം എന്താണ്? ഈ പൂക്കോട്ടൂർ യുദ്ധമാണ്. മലബാർ കലാപം മലബാർ മുഴുവനായി വ്യാപിച്ചു. നേതാക്കൾ കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയത്തങ്ങൾ, അലി മുസ്ലിയാർ. മലബാർ ലഹളയുടെ താൽക്കാലികമായ വിജയത്തിന് ശേഷം മലബാറിന്റെ അധികാരിയായത് അലി മുസ്ലിയാർ ആണ്. അതുകൂടി ഓർത്തു വെക്കണം. തിരിച്ചു വരാം. ഈ മലബാർ ലഹളക്കാരെ അടിച്ചമർത്തുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പോലീസ് സേനയാണ് MSP അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ്. അത് രൂപീകരിക്കപ്പെട്ട വർഷം 1921. 2021 100ാം വാർഷികം ആഘോഷിച്ച പോലീസ് സേനയാണ് MSP. തിരികെ വരാം. ആ MSPയുടെ സ്ഥാപകൻ ഹിച്ച്കോക്ക് ഓർ റിച്ചാർഡ് ഹൊവാർഡ് ഹിച്ച്കോക്ക്. അങ്ങനെ കൂടുതൽ പോലീസ് എത്തി ഈ സമരക്കാരെ അടിച്ചമർത്തുന്നു, തീവണ്ടിയിൽ വലിച്ചു കയറ്റുന്നു. ആ കയറ്റിയ സ്ഥലം തിരൂർ, ആ ട്രെയിൻ നേരെ പോയ സ്ഥലം കോയമ്പത്തൂർ. ആൾക്കാർ ശ്വാസം മുട്ടി മരിക്കുന്നു. ഈ ഒരു സംഭവം അറിയപ്പെടുന്ന പേര് വാഗൺ ട്രാജഡി. കമ്മീഷൻ, നേപ്പ് കമ്മീഷൻ നടന്ന വർഷം PSCയുടെ ആൻസർ പ്രകാരം 1921 നവംബർ 10. ശരിയല്ലേ? തിരിച്ചു വരാം. ഈ വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിളിച്ചയാളുടെ പേര് സുമിത് സർക്കാർ. കമ്മീഷന്റെ പേര് നേപ്പ് കമ്മീഷൻ. ഈ ലഹള സമയത്ത് ബ്രിട്ടീഷ് പോലീസിനെ നേരിട്ട സ്ത്രീയുടെ പേര് കമ്മത്ത് ചിന്നമ്മ. ഈ ഹിച്ച്കോക്ക് ആ സമയത്ത് മരണപ്പെടുകയുണ്ടായി. ആ ഹിച്ച്കോക്കിന്റെ സ്മാരക പ്രതിമ പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചവരിൽ പ്രധാനിയാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. തിരികെ വരാം. മലബാർ ലഹളയെ ആസ്പദമാക്കിയ പുസ്തകങ്ങളുടെ പേരുകൾ: 1 ദുരവസ്ഥ കുമാരനാശാൻ, 2 മലബാർ കലാപം കെ മാധവൻ നായർ, മറ്റൊന്ന് സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്, ഖിലാഫത്ത് സ്മരണകൾ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ആ വ്യക്തിയുടെ ജന്മസ്ഥലമാണ് ചെറുപ്പളശ്ശേരി. മലബാർ ലഹള സമയത്തെ KPCCയുടെ സെക്രട്ടറിയാണ് KP കേശവ മേനോൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലം ചെറുപ്പളശ്ശേരി. എങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്താണ്? മനോരമ. ഓർത്തു വെച്ചേക്കണം. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിയും വീട്ടുപേരെന്താണ്? മനോരമയാണ്. ആ സമയം മലബാറിന്റെ വടക്കേ തലസ്ഥാനമാണ് ഇത്, തലശ്ശേരി.
അല്ലെ? നമുക്കറിയാം 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശിക്കലാപം. അല്ലെ? 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശിക്കലാപം. ഒന്നാം പഴശ്ശിക്കലാപത്തിന്റെ കാരണം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ആ തെറ്റായ നികുതി നയം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ ആ നികുതി നയം എന്താണ്? മലബാറിലെ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കോട്ടയം രാജവംശത്തിലെ നികുതി പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിനെ കൊണ്ട് പിരിപ്പിച്ചത്. ഓർത്തു വെച്ചേക്കണേ, കോട്ടയം രാജവംശത്തിന്റെ നികുതി അമ്മാവനായ പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിനെ കൊണ്ട് പിരിപ്പിച്ചു. അതുമൂലമാണ് ഒന്നാം പഴശ്ശിക്കലാപം ഉണ്ടായത്. ആ കലാപം അവസാനിപ്പിക്കുവാൻ കാരണമായ സമാധാന ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടിയിൽ മധ്യസ്ഥനായിട്ട് വന്നയാൾ ചിറക്കൽ രാജാവാണെങ്കിൽ ആ ഉടമ്പടിയിൽ ഒപ്പിട്ട ഇംഗ്ലീഷുകാരന്റെ പേരെന്താണ്? ജോനാഥൻ ഡങ്കൻ. ഓർത്തു വെച്ചേക്കണേ, ഒന്നാം പഴശ്ശിക്കലാപം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയിൽ ഒപ്പിട്ട ഇംഗ്ലീഷുകാരന്റെ പേരെന്താണ്? ജോനാഥൻ ഡങ്കൻ. അതിന്റെ മധ്യസ്ഥനായിരുന്നു ആര്? ചിറക്കൽ രാജാവ്. ഏതാണ്ട് ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് പോലീസ് പഴശ്ശിരാജയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ഒരു പക്ഷി പറന്നു പോകുന്ന പോലെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ബ്രിട്ടീഷുകാരിൽ നിന്നും പഴശ്ശി ആ സമയം രക്ഷപ്പെട്ടത് ഒരു പക്ഷി പറന്നു പോകുന്ന പോലെ, വാക്കെന്തുവാണ്? ഒരു പക്ഷി പറന്നു പോകുന്ന പോലെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ഗോൾഡൻ. പേരെന്തുവാ? ലഫ്റ്റനന്റ് ഗോൾഡൻ. അവിടെ നമ്മൾ പറയാൻ വിട്ടുപോയ 2 പോയിന്റ് ആണ്. ഒന്ന് ചേർത്ത് എഴുതി വെച്ചേക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ബ്രിട്ടീഷുകാരിൽ നിന്നും പഴശ്ശി രക്ഷപ്പെട്ടത് ഒരു പക്ഷി പറന്നു പോകുന്ന പോലെ എന്ന് പറഞ്ഞയാള് ലഫ്റ്റനന്റ് ഗോൾഡൻ. ഒന്നാം പഴശ്ശിക്കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ആ നയത്തിന്റെ അടിസ്ഥാനം എന്താണ്? അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിനെ കൊണ്ട് നികുതി പിരിപ്പിച്ചത്. കൂടാതെ ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കണം, ഒന്നാം പഴശ്ശിക്കലാപം അവസാനിപ്പിക്കുവാൻ കാരണമായ സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ട ഇംഗ്ലീഷുകാരന്റെ പേരെന്താണ്? ജോനാഥൻ ഡങ്കൻ. പഠിച്ചോ? അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? മലബാർ കലാപത്തെ കുറിച്ച് നമ്മുടെ പരീക്ഷകൾക്ക് വന്ന മുഴുവൻ കാര്യങ്ങളും, വരാൻ ചാൻസ് ഉള്ള ബാക്കി എല്ലാ ഭാഗവും പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് കുറച്ച് റയർ പോയിന്റ്സുകളും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.